ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ സ്ട്രോങ് ആയിട്ടൊരു ഗെയിൻ്റെ സെഷനായിരുന്നു നിഫ്റ്റിയിലുണ്ടായിരുന്നത്. 12,399.4 ഓപ്പണായ മാർക്കറ്റ് ഏകദേശം നല്ലൊരു 197 പോയിൻറ്റ്സിന് മുകളിൽ ഉയർന്ന് 12,461 ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് സിഗ്നലാണ് പ്ലോട്ട് ആയിട്ടുള്ളത്. ഇന്ന് പ്രധാനമായിട്ടും ഒരു ബാങ്കിങ് സെക്ടറും ഫിനാൻഷ്യൽ സെക്ടറൊക്കെയാണ് പ്രധാനമായിട്ടും നിഫ്റ്റിക്ക് ഏറ്റവും കൂടുതൽ ഗെയിൻ നേടിക്കൊടുത്തത്. അതുപോലെ തന്നെ ഡിവിസ് ലബോറട്ടറീസ്, എയർടെൽ, ഇൻഡുസിൻ ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് ഇവരായിരുന്നു നിഫ്റ്റിയുടെ ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ടും നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം കഴിഞ്ഞ ഒരു 5-6 ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് ആണ് പ്ലോട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സപ്പോർട്ടുകൾ നിഫ്റ്റിക്ക് വളരെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിസൾട്ട്സ് വരുമ്പോൾ ആ ഒരു റിസൾട്ടിൻ്റെ സ്റ്റോക്കുകളിലും നല്ല റിസൾട്ടുകൾ പല കമ്പനികളും കൊടുക്കുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതകൾ നിഫ്റ്റിയിൽ കാണിക്കുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റും സപ്പോർട്ടീവായിട്ട് തന്നെയാണ് കാണുന്നത്. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഓവർബോട്ട് റീജിയനിൽ ആണ് RSI ഇൻഡിക്കേറ്റർ വാല്യൂസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത നല്ലൊരു റാലിക്ക് മുമ്പ് ഒരു ചെറിയൊരു കൂൾ ഓഫിനുള്ളൊരു സാധ്യതകളും നിഫ്റ്റിയിലുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു ഗ്യാപ്പ് ആയിരിക്കും നിഫ്റ്റിക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവുക. അപ്പോൾ നാളെ രാവിലെ എക്സ്ചേഞ്ച് നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. എന്തായാലും ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു ഗ്ലോബൽ മാർക്കറ്റ് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ റാലി തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ബാങ്ക് നിഫ്റ്റിയിലും നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് ആണ് പ്ലോട്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലൊരു റാലികൾ തുടരുന്നു. RSI ഇൻഡിക്കേറ്ററിൽ ഒരു ഓവർബോട്ട് റീജിയനിൽ തന്നെ തുടരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓൾ ടൈം ഹൈയിലാണ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് നിഫ്റ്റിക്ക് നല്ലൊരു ഗുണകരമായൊരു കാര്യമായിട്ട് നമുക്ക് കാണാം. വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമായിട്ട് നമുക്ക് കാണാം. ഇനി അതുപോലെ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റിൽ നിന്ന് US ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഒരു അപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ US മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണെന്ന് പ്രതീക്ഷിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാം തന്നെ നല്ലൊരു പോസിറ്റീവിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. 5 മുതൽ 7% മുകളിലൊരു പോസിറ്റീവിലാണ് യൂറോപ്യൻ മാർക്കറ്റെല്ലാം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റും എല്ലാം തന്നെ നല്ലൊരു പച്ചയിലാണ് കത്തി നിൽക്കുന്നത്. അത് നല്ലൊരു സാഹചര്യമായിട്ട് കാണുന്നു. SGX നിഫ്റ്റി 262 പോയിൻറ്റ്സ് അപ്പിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ FIIൻ്റെ ഭാഗത്തുനിന്ന് ഇന്നും നല്ലൊരു സ്ട്രോങ് ബൈയിങ് ഉണ്ടായിരുന്നു. 4,548 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ഡ്രോവൽ തുടരുകയാണ്. ഇപ്പോഴും 3,036 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ അവരുടെ ഭാഗത്തു നിന്നും ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി രൂപയുടെ മൂല്യം ഡോളറിന് അഗേൻസ്റ്റായിട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു എൻഡിങ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ തന്നെ എല്ലാം തന്നെ നാളത്തെ മാർക്കറ്റിന് ഒരു സപ്പോർട്ടീവായിട്ട് ഈ ഒരു സമയത്ത് കാണുന്നു. രാവിലെ എക്സ്ചേഞ്ച് നിഫ്റ്റി ട്രാക്ക് ചെയ്തതിന് ശേഷം സ്റ്റോക്കുകൾ പിക്ക് ചെയ്ത് ട്രേഡിംഗ് ആരംഭിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ പ്രധാനമായിട്ടും പ്രൈസിലും വോളിയത്തിലൊക്കെ ഇൻക്രീസ് വന്ന സ്റ്റോക്കുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പിൽ ഡിവിസ് ലബോറട്ടറീസ്, HDFC AMC, മദേഴ്സൺ സുമി, എയർടെൽ ഇങ്ങനെ കുറേ സ്റ്റോക്കുകൾ, NMDC, ജുബിലൻറ്റ് ഫുഡ് വർക്ക്സ് ഇങ്ങനെ കുറേ സ്റ്റോക്കുകൾ നിലനിൽക്കുന്നു. അപ്പോൾ എയർടെലൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലൊരു വോളിയത്തിലൊക്കെ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ ഒന്ന് നാളെ രാവിലെ ഈ സ്റ്റോക്കിൻ്റെയൊക്കെ ഒരു ചേഞ്ചൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഉള്ള സ്റ്റോക്കുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം എൻട്രികൾ കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. സിറ്റി യൂണിയൻ ബാങ്കൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല വോളിയത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു അനാലിസിസ് നടത്തുക. അതിനുശേഷം എൻട്രികൾ കൊടുക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞ കുറച്ച് സ്റ്റോക്കുകൾ അനാലിസിസിന് എടുത്തു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു ബുള്ളിഷ് സിഗ്നൽ ഈ ഒരു സ്റ്റോക്ക് തരുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിനെയും നിങ്ങളുടെ അനാലിസിസിലേക്ക് ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം നല്ലൊരു റാലി ഏകദേശം 2,200 വരെയുള്ള ഒരു റാലിക്കുള്ളൊരു സാധ്യതകൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ശ്രീറാം ട്രാൻസ്പോർട്ട്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ ഇന്ന് ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഈ ഒരു സ്റ്റോക്കിൽ പ്ലോട്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു റിവേഴ്സലുള്ളൊരു വാർണിംഗ് നമുക്ക് തരുന്നുണ്ട്. കൺഫർമേഷൻ ആയിട്ടില്ല, ഒരു വാർണിംഗ് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ അടുത്ത വരും ദിവസങ്ങളിൽ ഈ ഒരു പ്രീവിയസ് ഹാൻഡിലിൻ്റെ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 806 താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് ശ്രീറാം ട്രാൻസ്പോർട്ട്സിൽ ആലോചിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻഡുസിൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നല്ല ബുള്ളിഷ് സിഗ്നൽസ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ബാങ്കിങ് സെക്ടറൊക്കെ നല്ലൊരു പെർഫോമൻസ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നടത്തുക, ഒരു അനാലിസിസ് നടത്തുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഹോൾഡിങ്ങിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്തും ഹോൾഡിംഗ് തുടരാവുന്നതാണ്. നമുക്ക് ഒരു സെല്ലിംഗ് സിഗ്നൽ ഒന്നും ഈ ഒരു സമയത്ത് ഈ ഒരു സ്റ്റോക്കിൽ കാണാനില്ല. ഇനി അടുത്തായിട്ട് ടൈറ്റാനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഇന്നും നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്.
അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കും നിങ്ങൾ ഹോൾഡിങ്ങിലാണെങ്കിൽ തീർച്ചയായിട്ടും തുടരാവുന്നതാണ്. കഴിഞ്ഞ ഒരു 5-6 ദിവസങ്ങളിൽ നോക്കുകയാണെങ്കിൽ നല്ല ബുള്ളിഷ് സിഗ്നൽസ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹോൾഡിങ്ങിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടരുക. ഇപ്പോൾ ഒരു പ്രീവിയസ് ഹൈയിൽ നിന്നുള്ള ബ്രേക്കൗട്ടുകൾ നടന്നതുപോലെ കാണുന്നതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതകളുണ്ട്. RSI ഇൻഡിക്കേറ്ററിലും ഓവർബോട്ട് റീജിയനിലേക്ക് എത്തുന്നതേ ഉള്ളൂ എന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ അമരരാജ ബാറ്ററീസ് ഈ ഒരു സ്റ്റോക്കിലും ഇന്നൊരു ഗെയിനായിരുന്നു കാണാനുണ്ടായിരുന്നത്. ഏകദേശം 5 പോയിൻറ്റ്സിന് മുകളിൽ ഒരു ഗെയിൻ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്ന് ഫോം ചെയ്തൊരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു റിവേഴ്സലിൻ്റെ ഒരു വാർണിംഗ് ആണ് ഈ ഒരു സമയത്ത് ഈ ഒരു സ്റ്റോക്കിലുള്ളത്. നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ഒരു ലോവിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 799 താഴേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷനായി എടുത്ത് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള സ്റ്റോക്കുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അനാലിസിസ് നടത്തുക, കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക. അടുത്തായിട്ട് പവർ ഗ്രിഡ് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. സ്റ്റോക്കിൽ വീണ്ടും നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് ഈ ഒരു സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കും നിങ്ങളുടെ ഭാഗത്തുനിന്ന് അനാലിസിസ് നടത്തി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് വന്നൊരു മണി കൺട്രോളിൽ വന്നൊരു അപ്ഡേറ്റ് ആണിത്. അത് ഫേസറിൻ്റെ അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു കൊറോണയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്സിൻ. അപ്പോൾ അതിൻ്റെ 3rd ട്രയൽ ക്ലിനിക്കൽ ട്രയലിൽ നല്ലൊരു റെസ്പോൺസ് കൊറോണ വാക്സിൻ നല്ലൊരു റെസ്പോൺസ് കൊടുക്കുന്നു, 90% മുകളിൽ എഫക്റ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് കാണിക്കുന്നു എന്ന രീതിയിലൊരു അപ്ഡേറ്റ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഇൻ്ററിം അപ്ഡേറ്റ് ആണെന്ന രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നാലും പല രോഗികളുടെ മേൽ നടത്തിയ ഒരു പരീക്ഷണത്തിൽ നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് വന്നു എന്നുള്ളൊരു അനൗൺസ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നാളെ ഈ ഒരു കമ്പനിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കൺസിഡർ ചെയ്യാവുന്നതാണ്, ട്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ന്യൂസ് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് നാളെ തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ന്യൂസിനെ തുടർന്ന് മാർക്കറ്റുകളും നല്ലൊരു പോസിറ്റീവ് ഔട്ട്ലുക്കിൽ പോകാനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ബ്ലൂ സ്റ്റാറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദേശം 128 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ വിസ്ട്രോൺ ഇൻഫോകോമിൻ്റെ ഭാഗത്തുനിന്ന് വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് ഗ്രാനുൾസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവർ ഹൈദരാബാദിൽ ഒരു ഫോർമുലേഷൻ ബിസിനസ്സിനുള്ളൊരു സബ്സിഡറി ബിൽഡ് ചെയ്യാൻ പോകുന്നു. അതിനുള്ളൊരു അപ്രൂവൽ ഇവരുടെ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടി എന്ന രീതിയിലൊരു അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നിന്നൊരു പോസിറ്റീവാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു ഈ ഒരു സ്റ്റോക്കിൽ. അതുപോലെ തന്നെ ഫ്യൂച്ചർ ലൈഫ് സ്റ്റൈലിൻ്റെ Q2 റിസൾട്ട്സിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 257 കോടിയുടെ ഒരു നെറ്റ് ലോസ് ആണ് ഈ ഒരു ക്വാർട്ടറിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അതിലും ഒരു ഡിക്ലൈൻ അവർക്ക് വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ലോക്ക്ഡൗണിൻ്റെയൊക്കെ ഇമ്പാക്റ്റുകളാണ് ഇവർക്ക് നിലനിൽക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് അലംബിക് ഫാർമയെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു ബ്രസ്റ്റ് ക്യാൻസർ ഡ്രഗിൻ്റെ ഒരു അപ്രൂവൽ USFDAൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഒക്ടോബർ മാസം നോക്കിക്കഴിഞ്ഞാൽ പാസഞ്ചർ വെഹിക്കിളിൻ്റെ സെയിൽസിൽ ഏകദേശം 9% ഡിപ്പ് വന്നതായിട്ട് FADA ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും സപ്ലൈ ഇഷ്യൂ ആണ് ഈ ഒരു ഡിപ്പ് വരാൻ കാരണമായിട്ട് അവർ കാണിച്ചിരിക്കുന്നത്. വെഹിക്കിളിൻ്റെ രജിസ്ട്രേഷനിലൊക്കെ ഒരു ഡിക്ലൈൻ വന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് വരും മന്തുകളിൽ ഒന്ന് ട്രാക്ക് ചെയ്യാം. പ്രത്യേകിച്ചും ഈ ഒരു ഫെസ്റ്റിവൽ സീസൺസൊക്കെ വരുന്നതുകൊണ്ട്, ദിവാലി സെയിൽസൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മാസങ്ങളിൽ ഒരു പിക്കപ്പ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഓഫേഴ്സുകളും കൂടുതലായിട്ട് മാർക്കറ്റിൽ ഉണ്ടാകാൻ സാധ്യതകൾ നമുക്കുണ്ട്. ഇനി അതേപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ അടുത്തൊരു സ്റ്റിമുലസ് പാക്കേജ് വരും എന്ന രീതിയിലൊരു അനൗൺസ്മെൻറ്റുകൾ ഫിനാൻസ് മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകൾ നമ്മൾ വരും ദിവസങ്ങളിൽ ട്രാക്ക് ചെയ്യേണ്ടതുണ്ട്. അതുമാത്രമല്ല മൊറട്ടോറിയത്തെ സംബന്ധിച്ചുള്ളൊരു ഹിയറിംഗ് സുപ്രീം കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത ഹിയറിംഗ് ഈ ഒരു മാസം തന്നെ 18-ാം തീയതിയോടെ ഉണ്ടാകും എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനികളൊക്കെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് നാളെ റിസൾട്ട്സ് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഗെയിൽ, ഹിൻഡാൽകോ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, മദേഴ്സൺ സുമി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളിൽ നിന്നുള്ള റിസൾട്ട്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിസൾട്ടുകളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും അപ്ഡേറ്റ് വഴിയായിട്ട് അറിയിക്കുക. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.